ഹലോ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് ദിവസമായി കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് ദിവസം കണ്ടന്റ് ഇടുക എന്നുള്ള അതും ശരിയല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഇടാൻ എന്തെങ്കിലും നല്ല കണ്ടന്റ് കിട്ടേണ്ടേ. അപ്ഡേഷനുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ മറ്റുള്ളവർ പറയുന്നുമുണ്ട്. എനിവേ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമുള്ളതും എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് മാക്സിമം എല്ലാവർക്കും അറിയുന്നതുമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് പറയുന്ന കാര്യം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ആ ഒരു ആപ്പിനെ പറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റിയാണ്. അപ്പോൾ അത് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷെ നമുക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് ആൾക്കാർ, ഒന്നും അറിയാത്ത വീട്ടമ്മമാരും അതുപോലെ തന്നെ ഒന്നും അറിയാത്ത പാവപ്പെട്ട ആൾക്കാരും ഒക്കെയാണ്. മലയാളം മാത്രം വായിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, അതിന്റെ മീനിങ് എന്താണെന്ന് അറിയില്ല, അർത്ഥം എന്താണെന്ന് അറിയില്ല, അത്തരക്കാരുടെ ഒരു അപേക്ഷ മാനിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുവിധം പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോസ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ ഒരു വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. കാരണം ഇത് അറിയുന്നവർക്കൊക്കെ ഇതാണോ ഇപ്പൊ ഒരു വീഡിയോ എന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷെ നമുക്ക് ദിവസം വരുന്ന മെസ്സേജുകൾ ഒക്കെ, മോനെ ഇതെന്താണ്, അല്ലെങ്കിൽ ഷറഫു ഇതെന്താണ്, അല്ലെങ്കിൽ നമ്മളോട് സാർ ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ, ഇതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടാണ് അവർ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ അർത്ഥം, അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, ഇവർക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര ഈസി ആയിട്ട് ഇതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മെയിലോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനോ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് അതിന്റെ മീനിങ് മലയാളത്തിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്കാർക്കും ഫോൺ ചെയ്തിട്ട് അവരെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ മെസ്സേജ് അയച്ചിട്ട് അവരെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെയാണ് പലരും അർത്ഥം അറിയാത്തവരൊക്കെ അർത്ഥം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. ഇത്തരം ഗൂഗിൾ ട്രാൻസ്ലേറ്റുകളുടെ അതെന്താ വെച്ചാൽ നമുക്ക് എല്ലാ ലാംഗ്വേജും, ഏത് ലാംഗ്വേജും നമുക്ക് മലയാളത്തിലേക്ക്, നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ അത് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി പെട്ടാൽ പോലും, ഈവൻ ബസ്സിന്റെയോ ഒക്കെ ബോർഡുകളും ഒക്കെ ഇത് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റും. നമുക്ക് അറിയാത്തൊരു പുസ്തകം കിട്ടിയാൽ അത് ഇത് വെച്ച് വായിക്കാൻ പറ്റും. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് അറിയാത്ത വളരെ ചുരുക്കം പേർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇത് അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. കാരണം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അറിയാത്തവർക്ക് കേട്ടോ. അപ്പോൾ ഞാനത് ഒരുപാട് സെർച്ചിങ്ങിലൂടെ, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഒരുപക്ഷെ ഇവർക്ക് അറിയില്ലായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ ഉപയോഗിക്കാം, പലതരം ഉപയോഗങ്ങൾ ഇതുണ്ട്. ഇതിന്റെ ഓരോരോ ഉപയോഗം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണുന്ന പോലെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തതിന് ശേഷം കാണുന്നില്ലേ ക്യാമറയുടെ ചിഹ്നം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാൻ കഴിയും. ഇങ്ങനെ ഈ സ്ഥലത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ വേറൊരു മൊബൈലിൽ ഒരു ലെറ്റർ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ എൻ്റെ മൊബൈൽ കൊണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ആ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഞെക്കുന്ന സമയത്താണ്, കണ്ടില്ലേ, ഇത് നമുക്ക് മലയാളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്തും മലയാളത്തിൽ കാണാൻ കഴിയും. എന്തും എന്ന് പറഞ്ഞാൽ എന്തും, ലെറ്ററും നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് ന്യൂസ് പേപ്പർ ആണെങ്കിൽ പോലും. ഇപ്പം ഞാനൊരു തെലുഗു പേപ്പർ എടുക്കുന്നുണ്ട്, കണ്ടോളൂ. ഈ തെലുഗു പേപ്പർ ഞാനൊന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ ട്രാൻസ്ലേറ്റ് എന്നുള്ള അവിടെ അവിടെ ഒരു റൗണ്ട് മാർക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, കണ്ടില്ലേ, ഈ തെലുഗു നമുക്കിപ്പോൾ മലയാളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാനൊരു ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതും അതേപോലെ തന്നെ ക്യാമറയുടെ അവിടെ ഞെക്കി ജസ്റ്റ് ആ ഒരു ട്രാൻസ്ലേറ്റ് എന്നുള്ള ഒരു ബട്ടണിൽ അവിടെ ഞെക്കുന്ന സമയത്ത് ആ ഇംഗ്ലീഷും കണ്ടില്ലേ, അതും നമുക്ക് മലയാളത്തിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം വളരെ ഈസിയാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെയാണ് ഇനി മറ്റൊരു സംഭവം വേറെ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ തന്നെ നമുക്ക് സെർച്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പഴയ ഒരു മൊബൈലാണ്. ഈ ഒരു മൊബൈൽ ഞാനൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പഴയ മൊബൈൽ ഞാൻ കാണുന്നില്ല, ചെറുതായിട്ട് കാണുന്നുണ്ടാവും. ആ മൊബൈലെടുത്ത് അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പഴയ ഓപ്പയുടെ ഒരു മൊബൈലാണ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്ന സമയത്ത്
ആ സെർച്ച് എന്നുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സെർച്ച് ചെയ്യുമ്പോൾ ആ മൊബൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഏത് പ്രൊഡക്റ്റും നമ്മൾ ചെയ്യാം, നമുക്ക് അറിയാൻ പറ്റും. ആ പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോസ്. ഇനി അടുത്ത് ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിട്ടുള്ള എൻ്റെ ഒരു വാച്ച്, ആ വാച്ച് ഇങ്ങനെ ഞാനൊന്ന് അയച്ചെടുത്ത് അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ എൻ്റെ ആ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുമായി സെയിം ആയിട്ടുള്ള കുറേ വാച്ചുകളും ആ കമ്പനിയും അതിൻ്റെ റേറ്റ്സും അതിൻ്റെ പല ടൈപ്പ്സ് ഓഫ് സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് പ്രൊഡക്റ്റിനെ പറ്റി അറിയാൻ ഇത് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും നമുക്ക് അറിയാത്ത ഇംഗ്ലീഷ് വേർഡ്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ നമ്മൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഫോർ എക്സാമ്പിൾ എൻ്റെ കടയിലുള്ള ഒരു ജെംസ് മിഠായിയുടെ ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്, കണ്ടോളൂ. ഈ ജെംസ് മിഠായി സ്കാൻ ചെയ്ത ഉടനെ കണ്ടില്ലേ, ജെംസ് മിഠായിയുടെ എന്തൊക്കെയാണ് അതിൻ്റെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഇതിൻ്റെ അടുത്തതായിട്ടൊന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ കൂടെ വേറെ കാണുന്നുണ്ട്. ആദ്യം ഇതിനു വേണ്ടി ചെയ്തു വെക്കേണ്ടത് നമ്മുടെ ലാംഗ്വേജ്, നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങളുടെ മാതൃഭാഷ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വഴങ്ങുന്ന ഭാഷ ഏതാണോ, അത് മലയാളമാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളം, അത് മലയാളമാണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, തെലുഗു ആണെങ്കിൽ തെലുഗു, ഹിന്ദി ആണെന്നവർക്ക് ഹിന്ദി, അവരുടെ മാതൃഭാഷ അതിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലാംഗ്വേജും നിങ്ങൾക്ക് നിങ്ങളുടെ മാതൃഭാഷയിൽ കാണാൻ പറ്റും. മലയാളികൾക്ക് മലയാളത്തിൽ തന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് പല കാര്യങ്ങളും ഡൗട്ട്സും നമുക്ക് അറിയാത്ത ലാംഗ്വേജിലുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയൊരു വീഡിയോസ് ഞാൻ എവിടെയും അങ്ങനെ നോട്ടഡ് ആയി കണ്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് വേണ്ടേ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ഇവിടെ ഇടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് അറിയാത്തവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോസ് ഇടാൻ കാരണം. പ്രധാനമായും നിങ്ങളിത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിൽ 3 ഓപ്ഷനുകൾ ഇത് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റി എന്തറിയാനും പ്രൊഡക്റ്റിന്റെ ഒരു ഫോട്ടോസ് എടുത്താൽ അത് അറിയാൻ പറ്റും. മറ്റൊന്ന്, നിങ്ങൾക്ക് ഇതുപോലെ അറിയാത്ത ലാംഗ്വേജുകൾ വായിക്കാനും അത് നമ്മുടെ മലയാളത്തിലോ അല്ലെങ്കിൽ മാതൃഭാഷയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ അത് നോർമലായിട്ടും ഈ ഹോംവർക്കും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മാത്തമാറ്റിക്സ് ആയോ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് അതിന്റെ ഒരു ഫോട്ടോസ് എടുത്താൽ അതിന്റെ ആൻസറുകളും സാമ്യമുള്ള ആൻസറുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ യൂസ്ഫുൾ ആവുന്നത് സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരെ അധികം അത് യൂസ് ചെയ്യാതിരിക്കലാണ് നല്ലത്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ കൂടെ അവരത് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് പഠിക്കാൻ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു ഗൂഗിളിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പ്രിയപ്പെട്ടവർ, അപ്പൊ ഈ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ വളരെ ഉപകാരപ്രദമായി കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ മെസ്സേജുകൾ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാലും മറ്റൊരു മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഗൂഗിൾ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് മലയാളത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സുകൾ, ചെറിയ ഡൗട്ട്സുകളൊക്കെ ഇവിടെ ക്ലിയർ ആയി പോകും. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ യൂട്യൂബിൽ വാച്ചിങ് അവർ കയറ്റുന്നവർ, അതുപോലെ തന്നെ ക്യാഷ് കൊടുത്ത് വാച്ചിങ് അവർ കയറ്റുന്നവര്, ക്യാഷ് കൊടുത്തിട്ടും ക്യാഷ് കൊടുക്കാതെ ചെയ്യുന്നതൊക്കെ യൂട്യൂബിന്റെ ഒരു റൂൾസ് പ്രകാരം തെറ്റാണ്. അതിനെതിരെ യൂട്യൂബ് ഒരു ആക്ഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, യൂട്യൂബിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ആക്ഷനാണ്. അവർ ഒന്നുകിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചാനലിന്റെ റീച്ച് കുറച്ചിടും, മോണിറ്റൈസേഷൻ കട്ട് ചെയ്യും. ഇതിനപ്പുറത്തേക്ക് യൂട്യൂബ് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടൊന്നും ഇല്ല. പക്ഷെ ഇത്തരത്തിൽ പൈസ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഞാനൊരു വീഡിയോസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും ഒരുപാട് ആൾക്കാർ, അപ്പൊ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ സൈബർ സെല്ലിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബിൽ മുഖം കാണിച്ച് ഇത് ചെയ്യാൻ ഞങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞവരും ഇത് മുഖം കാണിക്കാതെ ചെയ്യുന്നു കൊടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്തു തന്ന നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ക്യാഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ ഒരു ഫോർ എക്സാമ്പിൾ, ഇതിനെതിരെ ഞാനിങ്ങനെ വീഡിയോസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി.
എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് കോളുകൾ, എന്റെ നമ്പർ ഓൾറെഡി സ്പ്രെഡ് ആയത് കാരണം ഒരുപാട് കോളുകൾ അതുപോലെ മെസ്സേജുകൾ ഒക്കെ ആയിട്ട് ഒരുപാട് വന്നു. ഞാനതൊന്നും കെയർ ചെയ്യുന്നില്ല. ഇത് ഇത്രയും വലിയൊരു നെറ്റ്വർക്ക് ആണോ എന്നൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ ആയത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഒരുപാട് കംപ്ലൈന്റുകൾ, ഒരു 45ന്റെ അടുത്തോളം നമുക്ക് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഈ കംപ്ലൈന്റ് കിട്ടിയതിൽ 90%, 90% പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ, അല്ലെങ്കിൽ ലേഡീസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായ സംഭവം. അവര് അപ്പൊ ഇത്തരത്തിൽ ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ, എന്റെ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളെ ഫണ്ട് തീർച്ചയായിട്ടും ഇത് വാങ്ങിത്തരാൻ നോക്കുന്നതാണ്. നിങ്ങളുടെ ഫാമിലി പരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്ത് വിടുന്നതല്ല. ഒരാൾക്കൊരു ഇതുപോലെ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ ചീറ്റിംഗ് എന്നാണ് പറയുക. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ ദുരന്തം എന്നാണ് പറയുക. അപ്പൊ ഇത്തരത്തിൽ ഒരു വൻ ദുരന്തമാണ്. അപ്പൊ ഞാൻ ഏതായാലും ഇറങ്ങി. അപ്പൊ ഇനിയിപ്പോ ഇതിൽ നിന്ന് കുളിച്ചു കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വീഡിയോസ് ഇടുന്നവര് അത് പലരും പല അഭിപ്രായങ്ങളാണ്. ചില അവരുടെ അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ന്യായീകരിക്കാനുള്ള അവരുടെ ന്യായങ്ങൾ എന്തെന്ന് വെച്ചാൽ, അവർ പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്, പിന്നെന്താ എന്നുള്ളത്. പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ലേഡിയെ നമ്മൾ എന്താ പറയാ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് അയാളോട് പറയണം, മോളെ ഞാൻ നിന്നെ ഒന്ന് ബലാത്സംഗം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്തതിന് ശേഷം അപകടം സംഭവിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആരെങ്കിലും പറയോ, അയ്യോ അയാൾ പറഞ്ഞിട്ടല്ലേ നിന്നെ ബലാത്സംഗം ചെയ്ത് എന്നുള്ളതൊക്കെ. അപ്പൊ തെറ്റ് എങ്ങനെ ചെയ്താലും, അതായത് തെറ്റാണെന്ന് ചെയ്യുന്ന ആൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോ അത്തരത്തിൽ തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ശിക്ഷ അവര് അനുഭവിക്കുക തന്നെ വേണം. ശിക്ഷ എന്ന് ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫണ്ട് തിരിച്ചു കൊടുക്കുകയും വേണം. ഇത്തരത്തിൽ വാച്ചിങ് അവർ കൂട്ടിത്തരാം, സബ് കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും, അതായത് ഇപ്പൊ ഇന്നലെയോ മിനിയാന്നോ 1 വർഷം മുന്നോ 2 വർഷം മുന്നേ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. കൊറോണ കാലം തൊട്ട്, ഇത്രയും കൊറോണ കാലത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്രയും കാലം തൊട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരുടെ ചാനൽ അടിച്ചു പോയി കാണും. പക്ഷെ നിങ്ങളുടെയൊക്കെ ഗൂഗിൾ പേ നമ്പർ, ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുത്തൊരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതായാലും മതി, നമുക്കത് റിക്കവർ ചെയ്തെടുക്കാം. അവർക്ക് ഫണ്ട് അയച്ചു കൊടുത്ത ഒരു ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ അയച്ചു തന്നാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളെ ഫണ്ട് എവിടെയും പോവില്ല. ഇത്തരം ചാനൽ കൊണ്ട് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പല മഹാന്മാരെ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, അവരുടെ തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സുകളും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇത് ചെയ്യുന്ന. യൂട്യൂബിൽ ഇപ്പൊ നിലവിലുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ അവരുടെ ഭക്തന്മാരോടൊക്കെ ഇയാൾ ഇങ്ങനെയുള്ളവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാര്യം. എന്ത് നല്ല വീഡിയോസ് ചെയ്താലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റുമോ, നല്ല വീഡിയോസ് ചെയ്യൂ എന്നുള്ളത്. പക്ഷെ ആ പൊട്ടന്മാർക്ക് അറിയാത്ത മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പിന്നെ സബിനെ കയറ്റി വെച്ചുകൊണ്ട് നല്ല വീഡിയോസ് ചെയ്താൽ ഈ ഫേക്ക് ആയിട്ടുള്ള ഐഡിയിലേക്ക് നോട്ടിഫിക്കേഷൻ പോയാൽ തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പൊ ഒരു ലേഡിയൊക്കെ ഇതിനെപ്പറ്റി പരസ്യമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവരുടെ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ്സ് ഇടുന്നത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ലേഡി എന്നല്ല, ഒരുപാട് ലേഡീസുകൾ ഇതിനെതിരെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ കമന്റ്സ് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഞങ്ങളൊക്കെ വഞ്ചിതരാണെന്നുള്ളത് ഒരുപാട് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ച ഞാനൊരു 45ഓളം ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഇനിയും ഇതൊരു 100 ആളുകളിൽ എത്തുമെന്നുള്ളത് ഒരു സംശയമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞ് വൻ ദുരന്തമായി എത്തിക്കഴിഞ്ഞാൽ, ഇങ്ങനെ 100 ആളുകളിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിതൊരു ഒരു കേസ് തന്നെ ഫയൽ ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ഫണ്ട് തിരിച്ചു കിട്ടുന്ന രൂപത്തിൽ, നമ്മുടെ എന്ന് ഉദ്ദേശം നിങ്ങളുടെ ഫണ്ട് തിരിച്ചു കിട്ടുന്ന രൂപത്തിൽ തന്നെയാണ് എന്റെ പോരാട്ടം. ഓക്കെ, ഇതിനെ ന്യായീകരിക്കുന്നവർ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് അവരുടെ പെങ്ങന്മാരോ അല്ലെങ്കിൽ അവരുടെ ഉമ്മമാരോ ആണ് ഈ ഒരു ട്രാക്കിൽ കുടുങ്ങിയത് എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മാത്രം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കുന്ന വ്യക്തികൾ അതുകൊണ്ട് അരി വാങ്ങി ആ അരി തന്റെ സ്വന്തം മക്കൾക്ക് വേവിച്ച് കൊടുത്ത് ആ മക്കൾക്ക് അത് സ്വന്തം ഭാര്യ ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ അത് നോക്കിയിട്ട് അന്തസ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. എന്തിനു നന്ന് മക്കളായി, ഞാൻ എന്താ പറയാ, നമുക്കിവിടെ നാടൻ ഭാഷയിൽ പിന്നെ പറയാൻ പാടില്ല, പക്ഷെ എങ്കിലും ഞാനത് മൂടി വെച്ചുകൊണ്ട് എന്തൊരു തരം ചീറ്റിംഗ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്തരം ചീറ്റിങ്ങിനെതിരെ ആര് തന്നെ, നിങ്ങൾക്ക് വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ടിപ്സുകൾ പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നല്ല വ്യക്തികൾ മാത്രമായിരിക്കാം, പക്ഷേ അവർ പിൻവാതിലൂടെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അവർക്കെതിരെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പടയൊരുക്കം അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നോടൊപ്പം കൂടേണ്ടവർക്ക് അല്ലെങ്കിൽ അവരുടെ ഫണ്ട് തിരിച്ചു വേണ്ടവർക്ക് തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. എന്റെ നമ്പർ അവിടെ
താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ എന്നെ വിളിക്കുക. നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഇത്തരക്കാർക്ക് നിങ്ങളെ ഹാൻഡ് ടു ബൈ ക്യാഷ് കൊടുത്തവർക്ക് ഒരിക്കലും ഫണ്ട് തിരിച്ചു കിട്ടില്ല. ഗൂഗിൾ പേ അല്ലെങ്കിൽ മറ്റു വഴി പിന്നെ ഫോൺ പേ വഴിയൊക്കെ ക്യാഷ് കൊടുത്തവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ക്യാഷും തിരിച്ച് മേടിച്ചു തരാം എന്നുള്ളത് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. കേസ് ഉടൻ തന്നെ ഫയൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആര് തന്നെ യൂട്യൂബിൽ മുഖം കാണിച്ചും മുഖം കാണിക്കാതെയും ഇത്തരം തെണ്ടിത്തരങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ആര് തന്നെ ആയാലും അവർക്കെതിരെ നമ്മൾ നടപടിയെടുക്കും. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നിങ്ങൾക്ക് എന്നെ വിളിച്ച് എന്നോട് കാര്യങ്ങൾ സംസാരിക്കാൻ. നിങ്ങളുടെ എല്ലാ ഇതുകളും വളരെ സീക്രട്ട് ആയിരിക്കും. ഇന്ന് ഞാനിട്ട ഈ ഒരു വീഡിയോസ്, അതായത് ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. തീർച്ചയായും നല്ലൊരു വീഡിയോസുമായി അടുത്ത പ്രാവശ്യം വരാം. അതുവരേക്കും ബൈ.